ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. 4 മൂലയ്ക്ക് മൂലക്കിഴക്കുള്ള നീളം കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് മൊബൈലിലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ 3 മെത്തേഡുണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അതിൽ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അന്നേരം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അളവാണ് ഡ്രസ്സിൽ നിന്ന് ബീമിൻ്റെ ഔട്ട് വരെയുള്ള അളവ്. ഈ അളവെന്ന് പറഞ്ഞാൽ 4260 mm എന്ന് പറഞ്ഞാൽ ഈ ഒരു അളവാണ്. ഈ അളവെന്ന് പറയുന്നത് ബീമിൽ നിന്നുള്ള തെള്ള് അല്ലെങ്കിൽ ചാട്ടം. ആ ചാട്ടത്തിൻ്റെ അളവ് 680 mm. ഈ 680 mm 4260 mm ആയിട്ട് കൂട്ടി കിട്ടുന്ന അളവാണ്. നമുക്ക് ഇങ്ങനെ കിട്ടിയ അളവ് 4940 mm ആണ് കിട്ടിയത്. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ സെൻട്രലത്തെ റാഫ്റ്ററിൻ്റെ നീളമാണ്. റാഫ്റ്റർ എന്ന് പറയുന്നത് 6000 mm ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മൂലക്കിഴക്കോലിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫോണിലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആണ് വരുന്നത്. വിൻഡോ വരുമ്പോഴത്തേന് ഫുൾ ഓപ്ഷൻ കിട്ടത്തില്ല. ഫുൾ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ ഓപ്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ 2 ബട്ടനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു ബട്ടൺ, ഇത് റൂട്ട് ബട്ടൺ എന്ന് പറയും. ഇതിൻ്റെ കൂടെ ബ്രാക്കറ്റും കൂടെ വരുന്നുണ്ട്. ചില ഫോണിൽ ബ്രാക്കറ്റ് വരുന്നില്ല. ബ്രാക്കറ്റ് വന്നില്ലേ നിങ്ങൾ ബ്രാക്കറ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനെയാണ് മെയിനായിട്ട് റൂട്ട് ബട്ടൺ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഈ എക്സും ഒരു 2ഉം കൂടെ, അതിനാണ് സ്ക്വയർ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്കിലേ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് ഈസിയായിട്ട് എളുപ്പത്തിൽ കണക്കടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ റൂട്ട് ബട്ടൺ ഞെക്കുമ്പോഴത്തേന് ബ്രാക്കറ്റ് ചില ഫോണിൽ വരത്തില്ല. അപ്പം നമ്മൾ ബ്രാക്കറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടിയ അളവെന്ന് പറയുന്നത് 4940 അടിച്ച്. അടുത്ത നമ്മളിതിനകത്ത് സ്ക്വയർ ബട്ടൺ അടിക്കണം. സ്ക്വയർ ബട്ടൺ അടിക്കുമ്പോഴത്തേന് ഇതുപോലെ വരും. നമ്മുടെ ഒരു പ്ലസ്സും കൂടെ ഇതിനകത്ത് അടിക്കും. പ്ലസ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത അളവ് കിട്ടിയ അളവ് 6000 mm ആണ്. ആ 6000 mm നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അടുത്ത സ്ക്വയർ ബട്ടൺ നിൽക്കണം. സ്ക്വയർ ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോഴത്തേന് താഴെ നമുക്ക് ഇതുപോലെ എല്ലാ അളവും വന്ന് 7771 mm കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ചെറിയ അളവാണ്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് 7772 mm ആയിട്ട് കൂട്ടിയെടുക്കാം. ഇങ്ങനെയാണ് മൂലക്കഴക്കോലിലെ കണക്ക് കണ്ടുപിടിക്കുന്ന 3 മെത്തേഡിൽ ഈസിയായിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതാണ്. ഒരു പ്രധാന വിഷയം ഇതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാ ഫോണുകളും കാൽക്കുലേറ്റർ ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ കാൽക്കുലേറ്ററും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അടിച്ചു നോക്കുമ്പോൾ ഈ കണക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഏതാണെന്നുള്ളതും നിങ്ങളുടെ ഫോണിൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ളത് റിപ്ലൈ തരാം.